സംയുക്ത തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ബംഗാൾ, ബീഹാർ, ഒഡീഷ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ പൊതുഗതാഗത സംവിധാനം താറുമാറായി. ബംഗാളിലും ബീഹാറിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ചെന്നൈയിലും ബംഗളൂരുവിലും ഉൾപ്പെടെ സമരാനുകൂലികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. തെലങ്കാനയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. AITUC, INTUC തുടങ്ങി രാജ്യത്തെ 17 തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ ബംഗാൾ നിശ്ചലമായി. കൊൽക്കത്തയിൽ ഉൾപ്പെടെ സമരാനുകൂലികൾ രാവിലെ മുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ബാരിക്കേഡ് സ്ഥാപിച്ചും റോഡിൽ ടയറുകൾ കത്തിച്ചും ഗതാഗതം സ്തംഭിപ്പിച്ചു. സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഹൗറയിൽ ഇടതനുകൂല തൊഴിലാളി സംഘടന നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ബീഹാർ ബന്ദിനൊപ്പമുള്ള ദേശീയ പണിമുടക്ക് ബീഹാറിനെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. സംസ്ഥാനത്തെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പൊതുഗതാഗതം സ്തംഭിച്ചു. പട്ന, രാജേന്ദ്രനഗർ ടെർമിനൽ, ദാനാപൂർ, പട്ലിപുത്ര ജംഗ്ഷൻ അടക്കം പ്രശ്നസാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അധിക RPF സംഘത്തെ വിന്യസിച്ചെന്ന് റെയിൽവേ അറിയിച്ചു. സ്വകാര്യ മേഖലയിലടക്കം തൊഴിലാളികൾ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ഭുവനേശ്വറിൽ ദേശീയ പണിമുടക്ക് വാഹന ഗതാഗതത്തെ സാരമായി ബാധിച്ചു. കർഷകരുൾപ്പെടെ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ റാലിയിൽ അണിനിരന്നു. തെലങ്കാനയിൽ ദേശീയ പണിമുടക്കിനെ തുടർന്ന് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ടോളിച്ചോക്കിൽ ഗതാഗതം താറുമാറായി. ജാർഖണ്ഡിലും AITUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. ദേശീയപാതയിൽ പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. തമിഴ്നാട്ടിലെ പണിമുടക്ക് ചെന്നൈയിൽ ഭാഗികമായിരുന്നെങ്കിലും ഗ്രാമപ്രദേശത്തെ കാര്യമായി ബാധിച്ചു. ചെന്നൈയിൽ സ്വകാര്യ സർവീസുകൾ പൂർണ്ണമായും പൊതുഗതാഗത സർവീസുകൾ ഭാഗികമായും തടസ്സപ്പെട്ടു. അണ്ണാശാലയിൽ CITU പ്രവർത്തകർ പ്രകടനം നടത്തി. DMK തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൻ്റെ ഭാഗമായതോടെ സർക്കാർ സ്വകാര്യ മേഖലയിലും ദേശീയ പണിമുടക്ക് കാര്യമായി ബാധിച്ചു. തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പണിമുടക്ക് ഭാഗികമായി ബാധിച്ചിട്ടുണ്ട്. കർണാടകയിൽ ദേശീയ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ലെങ്കിലും മൈസൂരിലും ബംഗളൂരുവിലും തൊഴിലാളി പ്രകടനങ്ങൾ നടന്നു. AITUCയുടെ നേതൃത്വത്തിലായിരുന്നു മൈസൂരിലെ പ്രതിഷേധം. ഫ്രീഡം പാർക്ക് കേന്ദ്രീകരിച്ച് ബംഗളൂരുവിലെ സമരാനുകൂലികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുവിൽ രാജ്യത്തെ ഗതാഗത സംവിധാനത്തിന് പുറമെ ബാങ്കിംഗ്, പോസ്റ്റൽ മേഖലയിലും പണിമുടക്ക് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെയും IT മേഖലയിലെയും തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പൊതു സർവീസുകളെ ഉൾപ്പെടെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. അതേസമയം ജനജീവിതത്തെ ഡൽഹിയിൽ സമരം കാര്യമായി ബാധിച്ചില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരം ശക്തമാക്കുമെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ അഭിപ്രായപ്പെട്ടു. വരും ദിവസങ്ങളിലും തൊഴിലാളി പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് നേതൃത്വത്തിൻ്റെ ആലോചന. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.